ഹായ് ഹലോ. ആഗ്രഹങ്ങൾക്ക് പിന്നാലെയുള്ള യാത്രയുടെ തുടർച്ചയാണ് ഇത്. ഞങ്ങളെ യാത്രകളോ വിശേഷങ്ങളോ ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല, എല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് വയനാട്ടിലെ ബാണാസുര സാഗർ ഡാം കാണാനാട്ടോ. ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് മുതിർന്ന ഒരാൾക്ക് 40 രൂപയും കുട്ടികൾക്ക് അതിലും കുറവാട്ടോ. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളോട്ട് പോവുകയാണ്. ഞങ്ങളെ വയനാട് യാത്രയുടെ സെക്കൻഡ് പാർട്ടാട്ടോ ഇത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും ഒന്ന് കാണണേ. പിന്നെ ഞങ്ങളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചെറുതായിട്ട് ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഒന്ന് ലൈക്കും കമൻറ്റും. ഇവിടെ വാൻ സർവീസ് അവൈലബിൾ ആണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. KCBൻ്റെ കീഴിൽ വരുന്നതാട്ടോ ഈ വാൻ സർവീസ്. ഇവിടെ നിന്നും കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഈ ഡാമിൻ്റെ മുകളിലേക്ക് നടക്കാൻ. അങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വളരെ ഉപകാരമാട്ടോ ഈ വാൻ സർവീസ്. 2 വേ ആണെങ്കിൽ ഒരാൾക്ക് 25 രൂപയും 1 വേ ആണെങ്കിൽ ഒരാൾക്ക് 15 രൂപയാട്ടോ വരുന്നത്. ഞങ്ങൾക്ക് മക്കളെ എടുത്തിട്ടേ മുകളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ വാൻ ടിക്കറ്റ് എടുത്തേ. കുറച്ച് കഴിഞ്ഞപ്പോൾ വാൻ വന്നു. ഈ വാൻ ഫുള്ളായാൽ മാത്രം കേട്ടോ ഈ വാൻ ഇവിടുന്ന് എടുക്കുള്ളൂ. ഡാമിനെ കുറിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റ് ആയ കാര്യങ്ങൾ പറയാം കേട്ടോ. ഇന്ത്യയിലെ തന്നെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഏറ്റവും വലിയ ഡാമാട്ടോ ഈ ബാണാസുര സാഗർ ഡാം. ഇത് ആ വഴി കണ്ടോ, സ്റ്റെപ്പ് കാണുന്നത്, ആ വഴി കേട്ടോ നമുക്ക് ഡാമിൻ്റെ മുകളിലേക്ക് എത്തേണ്ടത്. ഏഷ്യയിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ ഡാമാട്ടോ ഇത്. പിന്നെ ഈ ഡാമിൻ്റെ ഷട്ടർ ഒഴികൾ എല്ലാ ഭാഗങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് മണ്ണുകൊണ്ടാണ്. ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 9 to 5 കേട്ടോ. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഡാം കാണാൻ എത്തിയത്. അധികവും കേരളത്തിൽ നിന്ന് പുറത്തുള്ള ആൾക്കാരെയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയത്. അക്കു ഫുൾ ഹാപ്പി ആട്ടോ, നല്ല കാറ്റടിക്കുന്നുണ്ട്. അക്കു ആ കാറ്റ് ആസ്വദിച്ചുകൊണ്ടേ കൈയടിച്ച് കളിക്കുകയാണ് അവിടുന്ന്. ഒരു പോസിങ് കണ്ടോ, അടിപൊളിയല്ലേ ആ പോസിങ്. ഈ ഡാമിൻ്റെ പശ്ചാത്തലത്തിൽ നല്ല ഭംഗിയുണ്ടാവും അത് ഫോട്ടോ ആയി വരുമ്പോൾ കാണാൻ. ചെറിയൊരു ചാറ്റൽ മയം കൂടി ഉണ്ടെങ്കിൽ പൊളിക്കും. വിജയശേട്ടനാട്ടോ ഫോട്ടോഗ്രാഫർ. അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു സ്ലോ മോഷൻ ഭാരതി കേട്ടോ. എങ്ങനെയുണ്ട് ഞങ്ങളെല്ലാവരും നടന്നു വരുന്നത് കാണാൻ. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ഗാർഡൻ സെറ്റപ്പ് ആട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ നമ്മൾ വഴിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആ നടക്കുന്ന വഴിനോട് ചേർന്നിട്ട് ഇങ്ങനെ ഇടവിട്ട് മുളകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ മുളയിൽ ഇടയിലൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇവിടുത്തെ കാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളി കാറ്റാണ്. ഈ സിനിമയിലൊക്കെ നായിക വരുന്ന സമയത്ത് ഇങ്ങനെ മുടിയൊക്കെ പാർന്ന് കാണല്ലേ, അതുപോലെ നമ്മൾ ഇതിൽ നടക്കുമ്പോൾ നമ്മൾ മുടിയും ഡ്രസ്സും എല്ലാം പാറുന്നുണ്ട്. പിന്നെ നമുക്ക് ടെൻഷനുള്ള ഒരാളിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ആ ഡാമിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫീലാണ്. നമ്മളെ ടെൻഷനും സങ്കടവും എല്ലാം അവിടെ ഇല്ലാതാവും. കാരണം ഒരു പ്രത്യേക ഭംഗിയില്ലേ ഇത് കാണാൻ. ആ കാറ്റും കൂടി ആകുമ്പേ ഒന്നും പറയാനില്ല.
ഇവിടെയാണ് വോട്ടിംഗ് സർവീസ് ഉള്ളത്. ഞങ്ങൾ എത്തുമ്പോഴേക്ക് ഈ സമയമെല്ലാം കഴിഞ്ഞിരുന്നു. 4 മണി വരെയാണ് തോന്നുന്നത് ടിക്കറ്റ് കൊടുക്കുന്നത്. ടിക്കറ്റ് എടുത്താൽ മാത്രമേ താഴേക്ക് പോകാൻ പറ്റുള്ളൂ. KCBൻ്റെ കീഴിൽ തന്നെയാണ് ഈ വോട്ടിംഗ് സർവീസ് ഇവിടെ നടത്തുന്നത്. ഇനി ഒരു സ്ഥലം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കുട്ടിക്കാലത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു സ്ഥലമാട്ടോ ഇത്. കണ്ടോ, ഇവിടെ നിറയെ ഊഞ്ഞാലകളാട്ടോ. ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഊഞ്ഞാലാടാം. ചെറുതായിട്ടൊന്ന് കുട്ടിക്കാലത്തേക്ക് പോയി വരികയും ചെയ്യാം. ഇനി ഞങ്ങൾ പോകുന്നത് വള്ളിയൂർക്കാവിലേക്കാട്ടോ. മൈസൂരിൽ നിന്ന് വയനാട്ടിലേക്ക് പ്രധാനമായിരുന്നത് വള്ളിയൂർക്കാവിലെ ഉത്സവം കൂടാനാണ്. വള്ളിയൂർക്കാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാട്ടോ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്നത്. ഇനി കുറച്ച് വള്ളിയൂർക്കാവിലെ കാഴ്ചകൾ കാണാം കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ. ഇവിടെ കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങാനും തോന്നും. ഒരുവിധം സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ വരുന്നതൊക്കെ. അപ്പോൾ എനിക്കിത് പുതിയ അനുഭവമായിരുന്നു. ഈ മിഠായിയൊക്കെ കാണുമ്പോണ്ടല്ലോ സ്കൂൾ കാലഘട്ടമായിട്ടോ ഓർമ്മ വരുന്നത്. അക്കൂനെ എടുത്തിട്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഗാനമേള അതേപോലെയുള്ള മറ്റ് കലാപരിപാടികളും ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ ഇതെല്ലാം കണ്ട് നടന്ന് ഏകദേശം 1 മണി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ. പിറ്റേ ദിവസമാണ് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് തിരിച്ച് മൈസൂർ എത്തിയത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കണ്ടുവരെ ബൈ ബൈ.